അധികൃതരുടെ അനാസ്ഥ മൂലം പീരിമേട് തഹസിൽദാർ ബംഗ്ലാവ് നിലംപൊത്തും. പീരിമേഡിലെ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ വർഷകാലത്ത് ഇല്ലാതാകാൻ പോകുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 97 88 88 95 95 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. തിരവയം നഴ്സിംഗ് കോളേജ്, പെരിയകുളം, തേനി. രാജഭരണകാലത്ത് നിർമ്മിച്ചിരുന്ന തഹസിൽദാർ മജിസ്ട്രേറ്റിന്റെ ബംഗ്ലാവാണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. 5 വർഷം മുൻപ് വരെ തഹസിൽദാർമാർ താമസിച്ചു വന്നിരുന്ന കെട്ടിടമാണ് റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ മൂലം നാശത്തിലേക്ക് എത്തി നിൽക്കുന്നത്. 6 മുറികളും 2 ശുചിമുറികളും വിശാലമായ അടുക്കളയും സ്റ്റോർ റൂമും ഇതോടൊപ്പം അതിവിശാലമായ ഒരു സ്വീകരണ മുറിയും ചേർന്നതാണ് ഈ ബംഗ്ലാവ്. തണുപ്പിനെ ചെറുക്കുവാൻ മുറികളിൽ ഫയർ പ്ലേസുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ മുറികളിലും തറയിൽ തറയോടുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. മച്ച് തടികളാലും പണിതിരിക്കുന്നു. എല്ലാ മുറികളിലും ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുവാൻ ഗ്ലാസ് ജനാലകൾ ചുറ്റിലും നിർമ്മിച്ചിട്ടുമുണ്ട്. കൂടാതെ പണ്ടുകാലത്തുള്ള കുതിരാലയവും കാർ ഷെഡും ഇതിനോടനുബന്ധിച്ച് പണിതിട്ടുമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് രാജഭരണകാലത്തെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുര ഇടിഞ്ഞു വീണത്. ഈ കെട്ടിടവും അധികം താമസിക്കാതെ ഇടിഞ്ഞു വീഴുന്ന നിലയിലുമാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് അന്നത്തെ തഹസിൽ മജിസ്ട്രേറ്റിന് വേണ്ടി പണി കഴിപ്പിച്ച ബംഗ്ലാവാണ് നമ്മുടെ ഈ പുറയിൽ ഇന്ന് നാശത്തിൻ്റെ വക്കിൽ കിടക്കുന്നത്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവാണ്. 47 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ തഹസിൽദാർമാർ ആയിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഏകദേശം 5 വർഷം മുമ്പ് വരെ ഇവിടെ തഹസിൽദാർമാർ താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പൊന്തക്കാടുകൾ കയറി നാശത്തിൻ്റെ വക്കിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ള ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പീരുമേടിലെ ഒരു ചരിത്ര സ്മാരകമായിരുന്ന തോട്ടാപ്പുര ഇടിഞ്ഞു വീണത്. ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏതാനും ചില ശേഷിപ്പുകളിൽ ഒന്ന് കുട്ടിക്കാനത്തുള്ള വേനൽക്കാല വസതി, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയും പീരുമേടിലെ കോടതിയും മാത്രമാണ്. ഈ തഹസിൽദാർ ബംഗ്ലാവ് പുനരുദ്ധരിച്ച് ഒരു ചരിത്ര മ്യൂസിയമാക്കി മാറ്റണം എന്നാണ് നാട്ടുകാർക്കും ചരിത്ര കുതുകികൾക്കും ആവശ്യപ്പെടാനുള്ളത്. കെട്ടിടത്തിൽ കാട്ടുവള്ളികൾ കയറി മേൽക്കൂര വരെ കാണാത്ത രീതിയിൽ പടർന്നു നിൽക്കുകയുമാണ്. പരിസരം മുഴുവനും പൊന്തക്കാടുകൾ മൂടിക്കിടക്കുന്നു. പീരുമേട് സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ക്യാന്റീന്റെ വശത്തുകൂടിയാണ് ഇതിന്റെ പ്രധാന കവാടത്തിൽ എത്തേണ്ടത്. എന്നാൽ ഈ പ്രദേശം മുഴുവനും കുറ്റിക്കാടുകളും ക്യാന്റീനിലെ മാലിന്യവും നിറഞ്ഞ ഇവിടേക്ക് കടക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. ഈ കെട്ടിടത്തിന്റെ ഉൾവശത്തുള്ള മേൽക്കൂരയും ഇടിഞ്ഞുപൊളിഞ്ഞ നിലയിലുമാണ്. സാമൂഹ്യ വിരുദ്ധർ ഇതിനുള്ളിലെ തടികൾ കടത്തിക്കൊണ്ടുപോയതായും പ്രദേശവാസികൾ പറയുന്നുമുണ്ട്. ഈ പൈതൃക മന്ദിരം പീരുമേടിന്റെ ചരിത്ര മ്യൂസിയമാക്കി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെയും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.